ഒഴിച്ചുകൂടാൻ പറ്റാത്തതിൽ ഒന്നാണ്. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ സ്നാക്സും കൂടി ആയാൽ നമുക്ക് വളരെയേറെ സന്തോഷമായിരിക്കും. 10 മിനിറ്റ് കൊണ്ടും എന്നാൽ വളരെയേറെ പോഷക ഗുണമുള്ള ഒരു വിഭവമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അതെന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സ്നാക്സ് വിഭവങ്ങളാണ്. വൈകുന്നേരം മുതിർന്നവരായാലും കുട്ടികളായാലും വീട്ടിലേക്ക് വരുമ്പോൾ ചായയുടെ കൂടെ ഒരു ലഘു ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ അത് 10 മിനിറ്റിൽ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. ഇന്നത്തെ വിഭവം നമുക്ക് തയ്യാറാക്കി തരുന്നത് സരിക ചേച്ചിയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ടാക്കി തന്ന ചേച്ചിയാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടാണ് ഒരു സ്നാക്സ് വിഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതെന്താണ് നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. എന്താണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്? ബ്രെഡ് പിസ്സയാണ്. നമുക്ക് അറിയാം, കുട്ടികൾക്കൊക്കെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും നല്ല ചീസി പിസ്സ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനൊരു നമുക്ക് ഒരു പ്രോപ്പർ പിസ്സ കിട്ടുന്ന സ്ഥലം വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അപ്പം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. സെയിം പിസ്സയുടെ ടേസ്റ്റും കിട്ടും, ആ ഗുണവും കിട്ടും, എന്നാൽ എളുപ്പമാണ്. അങ്ങനെ ഒരു ഡിഷാണിത്. ബ്രെഡ് പിസ്സയാണ്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ബ്രെഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കുവാണ്. ഇതിന് ഓവനിൽ വെച്ച് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഓവന്റെ ആവശ്യമില്ല, നമുക്ക് തവയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓവനൊന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. ജസ്റ്റ് തവ മതി. തവയിൽ നമ്മൾ ആ ചീസിന്റെ മെൽറ്റ് ചെയ്യുന്ന പാകമാണ്. അത് വരയ്ക്കും നമുക്ക്. അപ്പൊ എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിനാവശ്യം ബ്രെഡാണ്. ബ്രെഡിന്റെ ഹാർഡ് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് നല്ലത്. കുട്ടികൾ പൊതുവെ സൈഡ്സ് ഒക്കെ എപ്പോഴും പറിച്ച് കളയും. അപ്പൊ നമ്മൾ തന്നെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്താല് അതായിരിക്കും നല്ലത്. നമ്മള് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാണ് സൈഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത ബ്രെഡ്. ഇനി ഇതിൽ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സോസാണ്, ടൊമാറ്റോ സോസ്. ഇതിൽ ടൊമാറ്റോ സോസ് കുട്ടികൾക്ക് എരിവൊന്നും പ്രശ്നമില്ലെങ്കിൽ അതിൽ തന്നെ സ്വീറ്റ് ആൻഡ് സോർ സോസ് ഉണ്ട്, കുറച്ച് എരിവ് ഉണ്ടാവും. ആ സോസും നോർമൽ കെച്ചപ്പും കൂടി മിക്സ് ചെയ്തതാണിത്, ടൊമാറ്റോ സോസ്. പിന്നെ അതിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് അതിൻ്റെ മേലെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എന്നുള്ള പോലെ വെജിറ്റബിൾസും മാത്രമേ ഉള്ളൂ. അതും ടൊമാറ്റോയും ക്യാപ്സിക്കവും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കുട്ടികൾ ക്യാപ്സിക്കം കഴിക്കില്ല, ക്യാരറ്റ് ആണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഓണിയൻ കഴിക്കുമെങ്കിൽ ഓണിയൻസ് യൂസ് ചെയ്യാം. ഇനി നോൺ വെജ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ചിക്കൻ, പക്ഷെ ചിക്കൻ ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുക്ക് ചെയ്ത് ചിക്കൻ എടുത്തിട്ട് അത് ഇതിൻ്റെ മേലെ ലെയർ ചെയ്യാതെ നോൺ വെജ് ആയി. ഇതിപ്പോൾ ജസ്റ്റ് ക്യാപ്സിക്കവും ടൊമാറ്റോവും മാത്രമേ നമ്മൾ ഇതിൻ്റെ മേലെ ടോപ്പ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന്റെ മെയിൻ പിസ്സയുടെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിന്റെ മേലെ യൂസ് ചെയ്യുന്ന ചീസാണ് പിസ്സയുടെ അട്രാക്ഷൻ. അപ്പം അതിന് നമ്മൾ മൊസറേല ചീസാണ് യൂസ് ചെയ്യുക. പിസ്സ ചീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൊസറേല ചീസാണ് പിസ്സയ്ക്ക് യൂസ് ചെയ്യുന്നത്. ആ ചീസ് മെൽറ്റ് ചെയ്ത് റബറി ആവും. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു റബറി അതേ ടേസ്റ്റും കിട്ടും. പിന്നെ ഒരു പിസ്സ നോർമൽ നമുക്ക് അറിയാം, ഒരു ഇറ്റാലിയൻ ഡിഷാണ് പിസ്സ. അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിവിടെ ഒറിഗാനോ യൂസ് ചെയ്യുന്നു. ഒറിഗാനോ ഒരു ഇറ്റാലിയൻ സ്പൈസ് ആണ്. ഇപ്പം നമുക്ക് ഈസിലി എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഒറിഗാനോ, ബേസിൽ എല്ലാ ഇറ്റാലിയൻ സ്പൈസുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് മേലെ ചീസും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറിഗാനോ കൂടി യൂസ് ചെയ്യാം. അപ്പോൾ വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ തീർക്കാനും പറ്റും. അപ്പൊ നമുക്ക് കിടക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ബ്രെഡ് സ്ലൈസ് എടുക്കും. ബ്രെഡ് സ്ലൈസിലേക്ക് നമുക്ക് ടൊമാറ്റോ കാച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്ക് സോസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അവരെ പറ്റിക്കുക എന്നുള്ള ഒരു പരിപാടിയാണിത്. അപ്പൊ അതിന്റെ കൂടെ വെജിറ്റബിൾസും ഒക്കെ അത് കഴിപ്പിക്കുകയും ചെയ്യാം. മേലെ ചീസൊക്കെ ആകുമ്പോഴത്തേക്കും ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മൂടിപ്പോവും. പിന്നെ എന്താണ് അതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോന്നൊന്നും അവർക്ക് നോക്കാനൊന്നും പറ്റില്ല. പിന്നെ ടൊമാറ്റോ സോസിന്റെ ടേസ്റ്റില് രണ്ട് സ്ലൈസ് ബ്രെഡിൽ നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്തു. ഇനി അതിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ക്യൂബ് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ,
അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കമാണ്. ഇപ്പം എന്താണോ വീട്ടിലുള്ളവർക്ക് ഇഷ്ടം, കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത് യൂസ് ചെയ്യാം. അപ്പൊ ഓണിയൻ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഓണിയനും കുറച്ച് ക്യാരറ്റും, ഈവൻ എഗ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്ക്രാമ്പിൾഡ് എഗ്സ് അതിന്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മേലെ ഏറ്റവും മുകളിൽ വരുന്നത് ഇതിന്റെ മെയിൻ ഡിഷ് മീൻസ് ഇൻഗ്രീഡിയന്റ് ആണ് ചീസ്. ചീസ് അതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ഇട്ടോളൂ. ചീസ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ മേലെ കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ചൂടായ തവയിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കാം, ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഈ ചീസ് മെൽറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് ഇതിപ്പോ കണ്ടാലറിയാം ഷ്രെഡ് ചെയ്ത പോലെ ഉള്ളത്, അത് ഫുൾ മെൽറ്റ് ചെയ്ത് ഒരേപോലെ ആവും. മെൽറ്റ് ചെയ്ത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതാണ് അതിന്റെ പരുവം. ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ ഒരു തവയിൽ വെച്ച് ഒന്ന് ലിഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ പതുക്കെ, എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ചീസ് പതുക്കെ മെൽറ്റ് ചെയ്യണം, എന്നാൽ അടിയിലെ ബ്രെഡ് കരിഞ്ഞു പോകാനും പാടില്ല. അപ്പൊ ഇതൊന്ന് എത്ര സമയം എടുക്കും? ഇത് ഒരു 10 മിനിറ്റ്സ് ഒക്കെ. ലോ ഫ്ലെയിമിൽ ഒരു 5 to 10 മിനിറ്റ്സിന്റെ ഉള്ളിലാണ്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ മതി ഇത് മെൽറ്റ് ആയോ. ഇത് മെൽറ്റ് ആവുന്നതാണ് അതിന്റെ പാകം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പീസ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ ശേഷം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ചീസ് മെൽറ്റ് ചെയ്ത് കറക്റ്റായി. ഇതാണ് അതിൻ്റെ പാകം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പറഞ്ഞ പോലെ തന്നെ ആ ചീസ് ഇങ്ങനെ പുറത്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി കഴിച്ചു നോക്കാം. കുറച്ച് ചൂടാറട്ടെ കേട്ടോ, എന്നിട്ട് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് അല്ലേ? ഇല്ല, ഇത് ചീസിന് കുറച്ച് ചൂടുണ്ടാവും ബാക്കിയുള്ളതിനേക്കാളും. ഇപ്പം ചീസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം. പക്ഷെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ, കാരണം ചീസ് ബാക്കിയുള്ളതിനേക്കാളും ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിത് കാണുമ്പം സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊതി വരും. പക്ഷെ വേഗം കടിച്ചിട്ടുണ്ടെങ്കിൽ ചീസിന് ഭയങ്കര ചൂടായിരിക്കും. ബാക്കി ബ്രെഡ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂട് അറിയില്ല, ബ്രെഡിന് ചൂടുണ്ടാവില്ല. ബാക്കി ചീസ് കുറച്ച് ചൂടായിരിക്കും. ചൂടാറിയിട്ട് ചൂടാറുന്നവരെ കാത്തു നിൽക്കേണ്ടി വരും. കഴിച്ചു നോക്കി, കുറച്ച് പൊള്ളിയാലും അത് വേണോ? നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ല, കഴിച്ചോ, അങ്ങനെ കഴിച്ചോ പൊള്ളിയാലും. അപ്പൊ ഏകദേശം ഒരു ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് സാധനം. എനിക്ക് നമ്മൾ പുറമേ നിന്ന് പിസ്സ കഴിക്കുന്ന അതേ ഇത് അങ്ങനെ വലിയ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ആ ടൊമാറ്റോയും ക്യാപ്സിക്കവും ഒന്ന് ആവശ്യത്തിനുള്ള ഒന്നേ കുക്കായിട്ടുണ്ടാവുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ക്രസ്റ്റ് കുറച്ച് ബ്രെഡ് കുറച്ച് ക്രിസ്പി ആയിരിക്കും, ബാക്കി സാധനങ്ങളെല്ലാം സോഫ്റ്റ് ആയിരിക്കും. സൂപ്പർ. അതെ, സൂപ്പർ. ബ്രെഡൊക്കെ ആവശ്യത്തിന് മാത്രം നല്ല ബോയിൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എന്തായാലും പുറത്തുനിന്ന് നമ്മൾ പീസ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഫീല് കിട്ടും. ആ ഫീല് കിട്ടും. ശരിക്കും ആ ഫീൽ കിട്ടും. അതിങ്ങനെ വിരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്, ആ ഫീല് കിട്ടും. 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. നമുക്ക് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് എല്ലാം. എല്ലാം വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. ഒന്നും അല്ലെങ്കിൽ ലാസ്റ്റ് ഈ സാധനം വേണ്ടെങ്കിൽ വേണ്ട, പെപ്പർ യൂസ് ചെയ്താലും മതി. പക്ഷെ ആ ഒരു ശരിക്കുള്ള പിസ്സയുടെ ഒരു ഫ്ലേവർ വരുന്നത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എന്തായാലും ഈ സാരിക പത്മനാഭൻ ചേച്ചി ഉണ്ടാക്കി തന്ന ഓരോ ഡിഷസും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഡെലീഷ്യസ് ആണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ പീസ എങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തെടുക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. പീസ കഴിച്ച്
ഒരു ഫീലിംഗ് കിട്ടും, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. അത് പറയാൻ മറന്നുപോയി, ചോദിക്കാൻ മറന്നുപോയി, വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യാണ് ചേച്ചി, എന്ത് ചെയ്യാണ് വീട്ടിൽ? ഞാൻ ഇപ്പം സുംബ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ സുംബ ക്ലാസ് പയ്യന്നൂർ തന്നെ. ഹസ്ബൻഡ് ഡോക്ടറാണ്, ENT കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പത്മനാഭൻ. 2 മക്കള്, മോൻ 7th മോള് 4th. ഓക്കെ, പഠിക്കുന്ന 2 കുഞ്ഞു കുട്ടികളുണ്ട്. സൂംബ ക്ലാസ് ഒക്കെ നടത്തുന്ന ഒരു വലിയ ചേച്ചിയാണ് നമ്മളെ കൂടെ ഉള്ളത്. എന്നാലും ഞാനും അവിടെ തന്നെ ഡാൻസ് ക്ലാസ്സിൽ ചിലപ്പോൾ ജോയിൻ ചെയ്തേക്കാം. എന്നാലും താങ്ക് യു സോ മച്ച്. ഇനിയും വീണ്ടും കാണാം. 2-3 എപ്പിസോഡ് ചിലപ്പോൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. കത്തിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയ ഫുഡായിരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി.